വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 17 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ യാചിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ, അങ്ങിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടെ തന്നെ അയച്ചുവെന്ന് ലോകം വിശ്വസിക്കുന്നതിനും വേണ്ടി നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അങ്ങനെ അങ്ങ് തന്നെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അങ്ങയുടെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അത് കാണാൻ അങ്ങനെ എനിക്ക് നൽകിയവരും ഞാനായിരിക്കുന്നത് എന്നോടുകൂടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു. എന്നെ അങ്ങാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അങ്ങ് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം ഈശോയുടെ പുരോഹിത പ്രാർത്ഥന. ഈ ലോകത്തോട് വിട പറയുന്ന ഈശോ ചങ്കുപൊട്ടി വലിയൊരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിതാവിനോട് മാധ്യസ്ഥത വഹിക്കുകയാണ്. പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടെ തന്നെ അയച്ചു വെച്ച ലോകം വിശ്വസിക്കുന്നതിനും വേണ്ടി ഈശോ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നായിരിക്കുന്നു എന്ന് ഉള്ള സത്യമാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ മനസ്സിലാക്കി തരുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന്റെ ആ കൂട്ടായ്മയുടെ നിഴലെന്ന പോലെ ഈ മനുഷ്യരെല്ലാവരും അല്ലെങ്കിൽ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും ഒന്നായിത്തീരണം എന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. സഭയിലെ അംഗങ്ങളായ നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെട്ടവരെന്ന നിലയിൽ നമ്മളെല്ലാവരും രക്തബന്ധുക്കളായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും വേദന, ഓരോ വ്യക്തിയുടെയും ദുഃഖം നമ്മുടെ ദുഃഖമായിട്ട് മാറണം എന്നുള്ളതാണ്. നൈജീരിയയിലും ഈജിപ്തിലും അതുപോലെ ഒമാനിലുമൊക്കെ ഒത്തിരിയേറെ വ്യക്തികൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ക്രൈസ്തവരായ അനേകം സഹോദരന്മാർ IS ഭീകരന്മാരുടെ ക്രൂരകൃത്യങ്ങൾക്ക് വിധേയമായപ്പോൾ നമ്മളുടെ മനസ്സ് വേദനിച്ചു. ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വ്യക്തികളാണ് അവരെങ്കിൽ പോലും ക്രിസ്തുവിന്റെ മകനും മകളും എന്ന നിലയിൽ അവരും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ആ വേദന അനുഭവപ്പെട്ടത്. ഇച്ചിരിയുടെ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാവരും നമ്മുടെ സ്വന്തം. അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള കൊറോണയിൽ അനേകം മനുഷ്യർ മരിക്കുമ്പോൾ, ജീവൻ പൊലിഞ്ഞു പോകുമ്പോൾ, നോർത്ത് ഇന്ത്യയിലും മറ്റും അനേകം വ്യക്തികള് വലിയ ദുരിതത്തിലാകുമ്പോൾ അവരുടെ ദുഃഖത്തിലും അവരുടെ വേദനയിലും എല്ലാം പങ്കുകൊള്ളുവാൻ നമുക്ക് സാധിക്കും. കാരണം അവർ നമ്മുടെ സ്വന്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ കൂട്ടായ്മയിലാണ് ക്രിസ്തുവിന്റെ
പ്രബോധനങ്ങൾക്ക് സൗന്ദര്യം ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ കൂട്ടായ്മയെ വിളക്കി ചേർക്കുന്നത് സ്നേഹമാണെന്ന് ക്രിസ്തു തന്നെ ഇന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ഈശോയുടെ ആ സ്വയം നൽകുന്നതായ സ്നേഹം, ഈശോയുടെ സ്വാർത്ഥതയില്ലാത്ത സ്നേഹം, അതും നമുക്ക് സ്വന്തമാക്കുമ്പോൾ ഈ കൂട്ടായ്മയുടെ ഊഷ്മളതയിൽ നമുക്ക് അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അനേകം വ്യക്തികൾ ഉള്ള ഒരു കുടുംബത്തെ കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ കാരണവന്മാരും മധ്യവയസ്കരായ വ്യക്തികളും കുട്ടികളും എല്ലാമുള്ള ഈ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല, അവരുടെ അഭിരുചികളുമെല്ലാം വ്യത്യസ്ത. എന്നാൽ സ്നേഹമാണ് ആ കുടുംബത്തെ ഇമ്പമുള്ളതാക്കി തീർക്കുന്നത്, ഒരുമയിലാക്കി തീർക്കുന്നത്. ഇടവകയായ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അതുപോലെ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ചിന്താധാരകളും എല്ലാം ഉള്ള വ്യക്തികൾ ഉണ്ട് എങ്കിലും, വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് എങ്കിലും, ഈ ഇടവകയാകുന്ന കൂട്ടായ്മയുടെ ആ സൗന്ദര്യം, എല്ലാവരും ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിൽ ക്രിസ്തുവിൽ ഒന്നാണെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ പരിശ്രമിക്കുമ്പോൾ, നമ്മൾ പ്രയത്നിക്കുമ്പോൾ ആണ് സഭയുടെ മുഖം ക്രിസ്തുവിന്റെ മുഖം എന്ന് വികലമാക്കപ്പെട്ടു എങ്കിൽ അതിന്റെ കാരണം ഈ കൂട്ടായ്മയും സ്നേഹവും എല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ കൊരിന്ത്യയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവചനത്തിൽ സർവോത്കൃഷ്ടമായിട്ടുള്ള സ്നേഹത്തെ കുറിച്ച് പൗലോസ്ലീഹ വിവരിക്കുമ്പോൾ പറയും, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്നേഹം സത്യത്തിൽ ആഹ്ലാദിക്കുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സ്നേഹം അസൂയപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ സ്നേഹം നമ്മളും സ്വന്തമാക്കുമ്പോൾ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ, ആ കൂട്ടായ്മയെ വളർത്തുവാൻ എല്ലാം സാധിക്കുന്നു എന്നുള്ളതാണ്. ദിയാബോളിയസ് അല്ലെങ്കിൽ വിഭിന്നതയുടെ ആത്മാവായിട്ടുള്ള പിശാച് നമ്മളിൽ പലരിലും പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഭിന്നിപ്പുകള് അവിടെയും ഇവിടെയും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. ആദിമസഭ അവരൊന്നായി പ്രവർത്തിക്കുകയും ഒരുമയോടെ പ്രാർത്ഥിക്കുകയും നമുക്കുള്ളതെല്ലാം പൊതുവായിട്ട് പങ്കുവയ്ക്കുകയും എല്ലാം ചെയ്തപ്പോൾ വിഭിന്നതയുടെ യാതൊരുവിധമായ അംശവുമില്ലാതെ മതപീഡനങ്ങളുടെയും അർത്ഥനങ്ങളുടെയും എല്ലാം നടുവിൽ ഒന്നായിട്ട് അവർക്ക് നിൽക്കുവാൻ സാധിച്ചു. എന്നാൽ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം വന്നപ്പോൾ, മനുഷ്യന് സ്വാർത്ഥതകളെല്ലാം ഉണ്ടായപ്പോൾ, പാഷാണ്ഡതകളുടെ നിഴലിൽ, ഭിന്നിപ്പിന്റെ നിഴലിൽ സഭയിൽ അനേകം പ്രശ്നങ്ങൾ ഉണ്ടായത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആര്യനിസം മുതലായ ആദ്യകാലത്തെ പാഷാണ്ഡത മുതൽ ഇങ്ങോട്ട് പ്രൊട്ടസ്റ്റന്റ് വിഭാഗീയത വരെയും വന്നത് നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇന്നും സഭയിലും അനേകം പ്രശ്നങ്ങള്, നമ്മുടെ സഭയിലും അനേകം പ്രശ്നങ്ങൾ ആരാധനാക്രമത്തെ കുറിച്ചും ലിറ്ററേച്ചറിയെ കുറിച്ചും എല്ലാം ഉടലിട്ടുണ്ട്. നമ്മൾ ക്രിസ്തുവിന് ഒന്നാണ്, ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ, ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പകരുവാനെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ. എങ്കിൽ ഈ വിഭിന്നതകൾക്കും ഈ വിഭാഗീയതകൾക്കുമെല്ലാം അപ്പുറം നമുക്ക് ചിന്തിക്കുവാനും, നമ്മൾ ക്രിസ്തുവിൽ ഒന്നാണ് എന്നുള്ള വലിയ സത്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ എല്ലാം നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഈ കൂട്ടായ്മയുടെ ബലിവേദിയിൽ ആയിരിക്കുമ്പോൾ, ഈ വിശുദ്ധ കുർബാനയിൽ എല്ലാവർക്കും പകുത്തു നൽകി തന്റെ ശരീരവും രക്തവും എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളൊക്കെ നൽകുന്ന ക്രിസ്തുവിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ഒരേ പാനപാത്രത്തിൽ നിന്നും ഒരേ അപ്പത്തിൽ നിന്നും ഭക്ഷിക്കുന്ന കൂട്ടായ്മയിൽ നമ്മൾ ഈ ബലിവേദിയിൽ ആയിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, വ്യത്യസ്തതകളെല്ലാം മറന്ന്
ഒരുമയോടെ മുന്നേറുവാൻ വേണ്ടി, അങ്ങനെ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി, ത്രിത്വൈക ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നമുക്കും പരിശ്രമിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കും.